പേരാമ്പ്ര സംഘർഷത്തിൽ അറസ്റ്റിലായ പ്രവർത്തകരെ കാണാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഫിക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡ്യൂട്ടിയിലെത്തിയ പോലീസുകാരെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. അന്യായമാണ് കസ്റ്റഡിയിലെടുത്തതെന്നും വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ട് ദുൽഫിക്കൽ ഉപവാസം ആരംഭിച്ചു. സലാമുണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം, വിശദാംശം. ഇന്ന് രാവിലെയാണ് ഈ ഷാഫി പറമ്പിൽ MP-ക്ക് മർദ്ദനമേറ്റ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 UDF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഈ പ്രവർത്തകരെ കാണുന്നതിന് വേണ്ടി പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലേക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള VP ദുൽക്കിഫിൽ എത്തുന്നത്. അതേ തുടർന്ന് പോലീസുമായി ചില തർക്കങ്ങൾ ഉണ്ടാവുകയും കയ്യാങ്കളിയിൽ എത്തുകയും ചെയ്തു. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ നേരത്തെ നൽകിയതാണ്. അങ്ങനെ ആ ഒരു ഉന്തും തള്ളിനും ശേഷമാണ് പിന്നീട് ഈ VP ദുൽക്കിഫിലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കസ്റ്റഡിയിൽ തുടരുകയാണ്. അതേ തുടർന്ന് ഈ അന്യായമാണ് കസ്റ്റഡി, അതോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കണമെന്ന് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ഉപവാസം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോഴും ഉള്ളത്. ഇതിൽ പോലീസ് പറയുന്നത് പോലീസുകാരെ മർദ്ദിച്ചു എന്നുള്ളതാണ്. പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ആ പോലീസുകാരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പോലീസുകാരെ മർദ്ദിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഈ VP ദുൽക്കിഫിലിനെതിരെ പോലീസ് കേസെടുക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഇപ്പോൾ VP ദുൽക്കിഫിൽ ഈ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. അവിടെ ഉപവാസം ആരംഭിച്ചിട്ടുണ്ട്. താൻ അങ്ങനെ പോലീസുകാരെ മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ് VP ദുൽക്കിഫിൽ പറയുന്നത്. സാധാരണ UDF പ്രവർത്തകരെ പോലീസ് പിടിച്ചതിനെ തുടർന്ന് അവരെ കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്ന് അവരെ കാണുന്നതിന് വേണ്ടിയും അവരെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയുമാണ് സ്റ്റേഷനിലെത്തിയത്. ആ സമയത്ത് പോലീസ് പ്രകോപനം ഉണ്ടാക്കുകയും ആ രീതിയിൽ തന്നെ തടയാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നുള്ളതാണ് VP ദുൽക്കിഫിൽ പറയുന്നത്. അതേ തുടർന്നാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഏതായാലും പോലീസുകാർക്ക് മർദ്ദനമേറ്റു എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട്. ആ പോലീസുകാരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ വരും സമയങ്ങളിൽ ഈ VP ദുൽക്കിഫിനെതിരെ പോലീസുകാരെ കയ്യേറ്റം ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് കേസെടുക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ശരി.